അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലീരിയോയുടെ ഫ്യൂൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യലാണ്. ഫ്യൂൽ ഫിൽറ്റർ അപ്പോൾ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും ഫ്യൂൽ ഫിൽറ്റർ പുറത്താണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ മാത്രം, ഇതിൻ്റെ എല്ലാം 1-2 ഇപ്പോൾ വരുന്ന പുതിയ വാഹനങ്ങൾക്ക് മിക്കതും തന്നെ ഫ്യൂൽ ഫിൽറ്റർ വരുന്നത് അതിൻ്റെ ടാങ്കിനകത്താണ്. അപ്പോൾ ടാങ്കിൻ്റെ അകത്തെ ഫിൽറ്റർ എങ്ങനെ അയച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് അയച്ച് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നൊക്കെ, ക്ലീൻ ചെയ്ത് ഫിൽറ്റർ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാങ്ക് ആദ്യം അതിന് വേണ്ടി നമുക്ക് ടാങ്ക് അഴിക്കണം. ടാങ്ക് അഴിക്കാനായിട്ട് അത്യാവശ്യം അതിൻ്റെ അടിയിൽ നല്ല ക്ലിപ്പും കാര്യങ്ങളൊക്കെ വിടിയിക്കാനുണ്ട്. അത് രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റും വിടിയിച്ച് സൈലൻസർ വിടിയിക്കണം. സൈലൻസറൊക്കെ വിടിയിച്ചിട്ട് നമ്മൾ താത്തി എടുക്കണം. അതിൻ്റെ ബോൾട്ട് ഉണ്ട് സൈഡിൽ കിടന്ന് ബ്ലോഡായിട്ട് നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് അയച്ചു. നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. രണ്ടാൽ പിടിച്ചാൽ നിൽക്കാതെ അതിൽ വെയിറ്റ് ഉണ്ട്. അതുപോലെ സ്റ്റാൻഡിലേക്ക് താങ്ങിയിട്ട് നമ്മൾ പയ്യെ താഴ്ത്തി ഇറക്കിയിട്ടാണ് രണ്ടുപേരും കൂടി താഴ്ത്തി ഇറക്കി വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കണക്ഷനൊക്കെ പിടിച്ച് നമ്മൾ ടാങ്ക് ഇറക്കിയിട്ടുണ്ട്. ടാങ്ക് ഏകദേശം നല്ല പെട്രോൾ ഉണ്ട് വണ്ടിക്കകത്ത്, വെയിറ്റ് ഉണ്ട്. നമ്മൾ താഴെ ഇറക്കി അതൊന്ന് വെച്ചിട്ട് ഇനി അത്യാവശ്യം നല്ല ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എയറടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടാങ്കിനകത്തേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഇനി സൈഡിൽ അതിൻ്റെ നടുക്കുള്ള ഫ്ലോട്ട് യൂണിറ്റിൻ്റെ കവറുണ്ട്. കവറ് പയ്യെ ലോക്കുണ്ട്. അത് പ്രത്യേക രീതിയിൽ ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്. അതിട്ടാണ് അയച്ച് ഊരി എടുക്കണം. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പിടിച്ചാണ് ഊരിയെടുത്ത്. എന്നിട്ട് ഊരി എടുത്തിട്ട് മെല്ലെ അത് പൊക്കിയെടുക്കുമ്പോൾ പമ്പ് പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് നല്ല നീളത്തിലുണ്ട്. അപ്പോൾ അതാ സൈഡിൽ തട്ടി ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പിടിച്ച് വളയ്ക്കൊന്നും ചെയ്യരുത്. അതൊരു പ്രത്യേക പൊസിഷനിൽ ഊരിപ്പോരുള്ളൂ. അതേക്കൂടെ പയ്യെ തിരിച്ച് നമുക്കത് ഊരി പുറത്തെടുക്കണം. ഈ ഒരു പ്രത്യേക രീതിയിൽ ഊരി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കണോ. അത്രയും ഉള്ളിലേക്ക് തള്ളി കിടക്കുന്ന ഫ്ലോട്ട് യൂണിറ്റൊക്കെ അതിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പോകുമ്പോൾ ആദ്യമായിട്ട് ഊരണമെങ്കിൽ ശ്രദ്ധിച്ച് ഊരണം. തട്ടി ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഊരണം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി അതിൻ്റെ ഫ്ലോട്ട് യൂണിറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വിടിയിച്ചെടുത്തിട്ട് വയറ് വിടിച്ച് ഫ്ലോട്ട് യൂണിറ്റ് ഊരി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലുള്ള കവർ ഊരാനായിട്ട്. ആ കവർ ഊരി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പമ്പിൻ്റെ ഫിൽറ്റർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഊരി കഴിയുമ്പോൾ തന്നെ പമ്പ് ഫിൽറ്റർ കാണുന്ന ഫിൽറ്റർ അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട്. നല്ല വെള്ളവും ചെളിയൊക്കെ കൂടിയിട്ട് ആകെ നല്ല അടഞ്ഞു പോയിട്ടുണ്ട്. പുതിയ ഫിൽറ്ററാണ്. പുതിയ ഫിൽറ്ററും പഴയ ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. നല്ല ബ്ലോക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ പെട്രോൾ നമുക്ക് ആവശ്യത്തിനായിട്ട് കിട്ടില്ല വണ്ടിക്ക്. അപ്പോൾ വലിയ കുറവ് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കയറ്റി പിടിപ്പിച്ച് തിരിച്ച് ഫ്ലോട്ട് യൂണിറ്റും അതിൻ്റെ മേളിലെ കവറൊക്കെ വെച്ച് നമുക്ക് തിരിച്ച് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം ഫ്ലോട്ടിൻ്റെ കണക്ഷൻ കൊടുത്ത് തിരിച്ച് നമ്മൾ ടാങ്കിലേക്ക് ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് പുതിയ ഫിൽറ്റർ തന്നെ ആക്കി പുതിയ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് ടാങ്കിലേക്ക് തിരിച്ച് ഇറക്കുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഇതിൽ ഇറക്കണം. ഒരു പ്രത്യേക രീതിയിൽ തന്നെ ഇറക്കാനാണ് ഇറങ്ങിപ്പോൾ തട്ടി ഒടിഞ്ഞു പോകാനൊക്കെ നോക്കി. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസും പുതിയ അറിവുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.